ടെക് മേഖലയിൽ ഒരു കരിയർ ചൂസ് ചെയ്യുക എന്നുള്ളത് പലപ്പോഴും കുറച്ച് ട്രിക്കിയാണ്. കാരണം പല ടെക്നോളജീസും പെട്ടെന്നാണ് ഔട്ട്ഡേറ്റ് ആകുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഔട്ട്ഡേറ്റഡ് ആകാത്തൊരു ടെക്നോളജി ചൂസ് ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ അതിന് ഡിമാൻഡ് ഉണ്ടായിരിക്കണം, ഫ്യൂച്ചറിൽ നല്ല സ്കോപ്പ് ഉണ്ടായിരിക്കണം. അങ്ങനെ എക്കാലത്തും IT മേഖലയിൽ സ്കോപ്പുള്ള ആ ഒരു സാഹചര്യത്തിൽ എക്കാലത്തും എല്ലാവർക്കും തിരഞ്ഞെടുക്കാൻ പറ്റുന്നതാണ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. എസ്പെഷ്യലി കോവിഡിന് ശേഷം പല കമ്പനീസും ടെക് ഇന്നോവേഷൻസ് നടത്തുന്നുണ്ട്. അവരുടെ ബിസിനസ് കംപ്ലീറ്റ്ലി ടെക്നോളജി ആയിട്ട് അല്ലെങ്കിൽ കൊളാബറേറ്റ് ചെയ്യുന്നുണ്ട്. കൂടാതെ ഇന്നോവേറ്റീവ് സൊല്യൂഷൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത കാലഘട്ടത്തിൽ ഫുൾ സ്റ്റാക്ക് ഡെവലപ്പേഴ്സ് നല്ലൊരു സ്കോപ്പ് കാണുമെന്ന് ഞാൻ കരുതുന്നു. ഇതുവരെയുള്ള ഇന്ത്യയുടെ ഡിജിറ്റൽ ലാൻഡ്സ്കേപ്പ് ബിൽഡ് ചെയ്യുന്നതിലും ഇനി വരാൻ പോകുന്ന ഡിജിറ്റൽ എക്സ്പീരിയൻസും യൂസർ എക്സ്പീരിയൻസ് ബിൽഡ് ചെയ്യുന്നതിലേക്ക് ഫുൾ സ്റ്റാക്ക് ഡെവലപ്പേഴ്സിന് ഒരുപാട് പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാനുണ്ട്. ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് ഇൻഡസ്ട്രി ആസ് എ ഹോൾ ഒരുപാട് മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇനി വരുന്ന കാലഘട്ടത്തിനേക്കാൾ ഇതിനേക്കാൾ എക്സൈറ്റഡ് ആയിരിക്കും എന്നൊരു തർക്കവുമില്ല. ഇന്നത്തെ വീഡിയോയിൽ എന്താണ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ്, ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് ഫ്യൂച്ചർ സ്കോപ്പ് എന്താണ്, ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ ആവാൻ വേണ്ടിയിട്ടുള്ള 3 സ്കിൽസ് എന്തൊക്കെയാണ്, ഈ മേഖലയിലെ എമർജിംഗ് ടെക്നോളജീസ് എന്തൊക്കെയാണ്, ഇതിലെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത്. ഈ ചാനൽ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എന്റെ പേര് സാഹിർ. ഈ ചാനൽ നമ്മുടെ ഡേറ്റാ സയൻസ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡേറ്റ അനലിറ്റിക്സ്, ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ്, ബിസിനസ് അനലിറ്റിക്സ്, പ്രോഗ്രാമിംഗ് ടെക്നോളജി, സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഫൈനാൻസിംഗ്, അക്കൗണ്ടിംഗ് തുടങ്ങിയ വീഡിയോകളാണ് അപ്ലോഡ് ചെയ്യുന്നത്. എഡ്യൂ ലേണിംഗിന്റെ എയിം എന്നെ ഫ്രഷേഴ്സ് ആയിട്ടുള്ള ഒരു കരിയർ ഗ്യാപ്പിലൂടെ IT കരിയർ എനേബിൾ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ നേരത്തെ പറഞ്ഞ ഏതെങ്കിലും മേഖലയിലൂടെ IT ജോബ് നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യു കൻ കണക്ട് വിത്ത് us at 9746221123. So once again, I'm Sahir. Welcome to the new video of Edu Learning. നമുക്ക് ആദ്യമായിട്ട് എന്താണ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് എന്നോ, മൾട്ടിപ്പിൾ ഫ്രെയിംവർക്സും ടെക്നോളജീസും ഒക്കെ ഉപയോഗിച്ചിട്ട് ഒരു കംപ്ലീറ്റ് വെബ് ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യുന്ന ഒരു അപ്രോച്ചാണ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ കംപ്ലീറ്റ് വെബ് ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യാൻ കഴിവുള്ളവരെ നമ്മൾ ഫുൾ സ്റ്റാക്ക് ഡെവലപ്പേഴ്സ് എന്ന് വിളിക്കും. ഇവരെ ഫുൾ സ്റ്റാക്ക് ഡെവലപ്പേഴ്സ് എന്ന് വിളിക്കാൻ തന്നെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും സെർവർ സൈഡും ഒക്കെ ഒരുപോലെ ഡെവലപ്പ് ചെയ്യാൻ കാപ്പബിലിറ്റി ഉള്ളവരായിരിക്കും. കറണ്ട് സിനാരിയോയിൽ ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് ഒരുപാട് സ്കോപ്പ് വർദ്ധിച്ചു വരുന്നുണ്ട്. എസ്പെഷ്യലി റിസഷൻ പോലുള്ള കാലഘട്ടത്തിൽ ഫുൾ സ്റ്റാക്ക് ഡെവലപ്പേഴ്സിന്റെ സ്കോപ്പ് കൂടാറാണ് പതിവായിട്ട് കണ്ടുവരുന്നത്. അതിന് പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഫുൾ സ്റ്റാക്ക് ഡെവലപ്പേഴ്സ് കൊണ്ടുവരണമെങ്കിൽ ഒരു വെബ്സൈറ്റിന്റെ അല്ലെങ്കിൽ വെബ് ആപ്ലിക്കേഷന്റെ അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിന്റെ ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും ക്ലയന്റ് സൈഡ് ഒക്കെ ഒരാളെ കൊണ്ട് ജോലി ചെയ്യാൻ കഴിയും. അതുകൊണ്ട് തന്നെ കമ്പനിയുടെ റിസോഴ്സസ് കുറയ്ക്കാൻ കഴിയും. കമ്പനി റിസോഴ്സ് കുറയ്ക്കുന്നതോടെ കമ്പനിക്ക് എക്സ്പെൻസ് കുറയ്ക്കാൻ കഴിയും എന്നുള്ളതാണ് പ്രധാന കാരണം. ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റും ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ എന്താണെന്ന് മനസ്സിലാക്കിയ സാഹചര്യത്തിൽ നമുക്ക് അതിന്റെ സ്കോപ്പ് എന്താണെന്ന് മനസ്സിലാക്കാം. അടുത്ത 10 വർഷത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഈ മേഖലയിൽ വരുമെന്നാണ് സൂചിപ്പിക്കുന്നത്. ബ്യൂറോ ഓഫ് ലേബർ സ്റ്റാറ്റിക്സിന്റെ ഡേറ്റയുടെ കണക്ക് പ്രകാരം 2030 വരെ 18% CAGR ആനുവൽ ഗ്രോത്തിൽ ഗ്രോ ചെയ്യുന്ന ഒരു തൊഴിൽ മേഖലയായിരിക്കും, അല്ലെങ്കിൽ ജോലി സാധ്യത നൽകുന്ന ഒരു മേഖലയായിരിക്കും ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് എന്നാണ് സൂചിപ്പിക്കുന്നത്. അതായത് ആവറേജ് ഒരു ജോബ് റോളിന് 6% 7% ഒക്കെ ആയിരിക്കും. അത് വെച്ച് നോക്കുമ്പോൾ 3 ഇരട്ടിയാണ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. 2018 1,35,000 റിക്വയർമെന്റ്സ് മാത്രമാണ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്പേഴ്സിന് അക്രോസ് ഇന്ത്യ ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ 2024 എത്തിക്കുമ്പോൾ 8,35,000 റിക്വയർമെന്റ് ആണ് 2024 ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് രേഖപ്പെടുത്തി. അതായത് കഴിഞ്ഞ 6 വർഷ കാലഘട്ടത്തിൽ ഏകദേശം 6 ഇരട്ടിക്ക് പുറത്ത് ഗ്രോത്ത് ഉണ്ടായിരുന്ന, റിക്വയർമെന്റിൽ വർധന വന്ന ഒരു മേഖലയാണ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഇത് അടുത്ത 6 വർഷം എത്തുമ്പോൾ 20 ലക്ഷത്തിൽ പരം വേക്കൻസീസ് ഇന്ത്യയിൽ മാത്രം റിക്വയർമെന്റ് കാണുമെന്നാണ് കണക്കുകൾ പറയുന്നത്. നിങ്ങളിപ്പോൾ കരുതും ഒരുപാട് മേഖല IT-യിലുണ്ട്, അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തിനു ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് ചൂസ് ചെയ്യണമെന്നുള്ളത്. അതിന് എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ള ഒരുപാട് റീസൺസ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട കുറച്ച് റീസൺസ് ഞാൻ പറയാം. അതിന് പ്രധാന റീസൺ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഫുൾ സ്റ്റാക്ക് ഡെവലപ്പേഴ്സിന്റെ സ്കിൽ സെറ്റും വളരെ ഡൈവേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ അവർക്ക് കമ്പനിയിലെ മൾട്ടിപ്പിൾ ജോബ് റോൾസ് ഹാൻഡിൽ ചെയ്യാൻ കഴിയും. ഇവർക്ക് മൾട്ടിപ്പിൾ ജോബ് റോൾസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ ഇവരിലൂടെ റിസോഴ്സസും എക്സ്പെൻസസും ഒക്കെ കമ്പനിക്ക് കുറയ്ക്കാൻ സാധിക്കും. രണ്ടാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ വൈഡ് റേഞ്ച് ഓഫ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. ഫുൾ സ്റ്റാക്ക് ഡെവലപ്പറായിട്ട് സ്കില്ലുള്ള ഒരാൾക്ക് ഫ്രണ്ട് എൻഡ് ഡെവലപ്പറായിട്ടും ബാക്ക് എൻഡ് ഡെവലപ്പറായിട്ടും ഡേറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടും ഡേറ്റാബേസ് ഡെവലപ്പറായിട്ടും ഒക്കെ വർക്ക് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ വൺസ് എക്സ്പീരിയൻസ് ലഭിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ജോലി ഇല്ലാതെ ഒരു ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർക്ക് നിൽക്കേണ്ട അവസ്ഥ വരത്തില്ല എന്നുള്ളത് ഉറപ്പാണ്. മൂന്നാമത്തെ റീസൺ ഫ്ലെക്സിബിലിറ്റിയാണ്. ബാക്കിയുള്ള ജോലി പോലെയൊന്നുമല്ല, പല കമ്പനീസും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഫുൾ സ്റ്റാക്ക് ഡെവലപ്പേഴ്സിന് ഫ്ലെക്സിബിൾ വർക്ക് അവേഴ്സ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. കൂടാതെ വർക്ക് ഫ്രം ഹോം ഓപ്പർച്യൂണിറ്റീസ്, പിന്നല്ലാതെ ഓൺ സൈറ്റ് വിത്ത് ഫാമിലി ഓൺ സൈറ്റ് ഓപ്പർച്യൂണിറ്റീസ് തുടങ്ങി ഒട്ടനവധി ബെനിഫിറ്റ്സ് ഒക്കെ നൽകുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഫ്ലെക്സിബിലിറ്റി അവൈലബിൾ ആയതുകൊണ്ട് തന്നെ ബാക്കി ജോലി പോലെയല്ല, കരിയറും ഫാമിലി ലൈഫും ഒക്കെ ബാലൻസ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്നതാണ് ഒരു ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റിന്റെ അല്ലെങ്കിൽ ഫുൾ സ്റ്റാക്ക് ഡെവലപ്പറുടെ ജോബ് റോൾ എന്ന് പറയുന്നത്. പിന്നെ ഏറ്റവും പ്രധാന റീസൺ സാലറിയാണ്.
ഇന്ത്യയിൽ ഏറ്റവും അധികം ഫ്രഷേഴ്സിന് സാലറി നൽകുന്ന ഒരു ജോബ് റോളാണ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ആവറേജ് ഫ്രഷറായ ഫുൾ സ്റ്റാക്ക് ഡെവലപ്പറിന് 6.5 lakhs ആണ് സാലറി എന്ന് പറയുന്നത്. എന്നാൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ഒരാൾക്ക് 20 lakhs ആൻഡ് എബോവ് സാലറി ലഭിക്കും. ഇനി ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് മേഖലയിൽ ഫ്യൂച്ചർ ട്രെൻഡ്സ് എന്തൊക്കെയായിരിക്കും നമുക്ക് മനസ്സിലാക്കാം. നമ്പർ 1 ആയിട്ട് എനിക്ക് തോന്നുന്നത് ഫ്രീലാൻസിങ് ഓപ്പർച്യൂണിറ്റീസ് വളരെയധികം വർദ്ധിക്കുമെന്നുള്ളതാണ്. ലോകമെമ്പാടുമുള്ള IT കമ്പനീസ് റിമോട്ട് വർക്ക് മോഡൽസ് ഒക്കെ ട്രൈ ഔട്ട് ചെയ്യുന്നുണ്ട്. കൂടാതെ ചില സർട്ടൺ പ്രൊജക്ട്സിനൊക്കെ ആയിട്ട് ഫ്രീലാൻസുകളെ മാത്രം ഹയർ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. സോ ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് തന്നെ ഫോറിൻ കമ്പനിക്ക് അല്ലെങ്കിൽ ഫോറിൻ ക്ലയൻസിന് വർക്ക് ചെയ്യാൻ ഇന്ത്യയിൽ ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇനി വരുന്ന കാലഘട്ടത്തിൽ വളരെയധികം സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. രണ്ടാമത്തെ ഒന്ന് ലാംഗ്വേജ് ഉണ്ടാണ്. ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് പല കാലഘട്ടത്തിലും ഞാൻ കണ്ടിട്ടുള്ള ഒരു 5 വർഷം 6 വർഷം ആകുമ്പോൾ എപ്പോഴും ലാംഗ്വേജിൽ ഒരു ഷിഫ്റ്റ്, പാരാഡിം ഷിഫ്റ്റ് വരും എന്നുള്ളതാണ്. എന്തൊക്കെ ടെക്നോളജി ഫ്രെയിംവർക്ക് ഒക്കെ മാറിയാലും ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് ബേസ് എന്ന് പറഞ്ഞാൽ HTML, CSS, ജാവാസ്ക്രിപ്റ്റും ഒക്കെ തന്നെയാണ്. അപ്പം നിങ്ങൾ അതിൽ നല്ലൊരു ബേസ് ഉണ്ടാക്കുക. പിന്നെ ജാവാസ്ക്രിപ്റ്റ് പോലെ ഡൈനാമിക് ആയിട്ട് വെബ് ആപ്ലിക്കേഷൻസ് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഇന്ന് നിലവിലില്ലാത്തതുകൊണ്ട് തന്നെ അടുത്ത ഒരു 5-10 വർഷത്തേക്കും ജാവാസ്ക്രിപ്റ്റ് അറിയാവുന്നവർക്ക് അല്ലെങ്കിൽ ജാവാസ്ക്രിപ്റ്റ് നല്ലൊരു ട്രെൻഡിങ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയിട്ട് തന്നെ കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ എനിക്ക് ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ജാവാസ്ക്രിപ്റ്റ് ഫ്രെയിംവർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഫുൾ സ്റ്റാക്ക് ടെക്നോളജീസ് പഠിക്കുക എന്നുള്ളത്. അതിന് എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത് മേൺ സ്റ്റാക്ക് അല്ലെങ്കിൽ മീൻ സ്റ്റാക്ക് തുടങ്ങിയവയൊക്കെയാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് പൈത്തൺ പഠിക്കാം. കാരണം പൈത്തൺ ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് യൂസ് ചെയ്യുന്നത് കൂടാതെ തന്നെ പൈത്തൺ ഉപയോഗിച്ചിട്ട് നമുക്ക് ബേസ്ഡ് ആപ്ലിക്കേഷൻ, ഡേറ്റാ സയൻസ്, ഡേറ്റ അനലിറ്റിക്സ് റിലേറ്റഡ് ആപ്ലിക്കേഷൻസ് ഒക്കെ ബിൽഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ നിങ്ങൾക്ക് പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കാം. കൂടാതെ പൈത്തണും ജാവാസ്ക്രിപ്റ്റും ഒക്കെ ലോകത്തിന്റെ പ്രമുഖ കമ്പനീസായ മൈക്രോസോഫ്റ്റും ഫേസ്ബുക്കും ഗൂഗിളും ആമസോണും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അവര് അതിന് കണ്ടിന്യൂ ചെയ്യുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ ലാംഗ്വേജിന് പ്രിഫറബിൾ നൽകുന്നത് പൈത്തണും ജാവാസ്ക്രിപ്റ്റും ആയിരിക്കും. അടുത്ത 5-10 വർഷത്തേക്ക് ഈ ട്രെൻഡ് നിലനിൽക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. മൂന്നാമതായിട്ട് അടുത്തൊരു ഫ്യൂച്ചർ ട്രെൻഡ് എന്ന് പറയാനുള്ളത് സെർവർലെസ് ആർക്കിടെക്ചർ ആണ്. സെർവർലെസ് ആർക്കിടെക്ചർ വളരെയധികം പോപ്പുലർ ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു മോഡലിൽ ഓപ്പറേഷൻ ഓവർഹെഡ്സ് കുറയ്ക്കാനും സ്കെയിലബിലിറ്റി പെട്ടെന്ന് ഇമ്പ്രൂവ് ചെയ്യാനും സാധിക്കും. ഇതിലൂടെ ആപ്ലിക്കേഷൻ മാനേജ് ചെയ്യുന്നതും ഡിപ്ലോയ് ചെയ്യുന്നതൊക്കെ വളരെ എളുപ്പത്തിലായിരിക്കും. എനിക്ക് തോന്നുന്നു ഫ്യൂച്ചറിൽ ഫുൾ സ്റ്റാക്ക് ഡെവലപ്പേഴ്സിന് ഡേറ്റാബേസിലൂടെ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് പ്ലാറ്റ്ഫോംസ് ആയ AWS, GCP, അഷ്യൂറിനെ കുറിച്ചൊക്കെയുള്ള നോളജ് മാൻഡേറ്ററി ആയി വരുമെന്നാണ് ഞാൻ കരുതുന്നത്. ദെൻ വേറൊരു കാര്യം ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റിൽ വ്യത്യാസം വരുന്നത് സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ആണ്. ഫ്യൂച്ചറിൽ ഫുൾ സ്റ്റാക്ക് ഡെവലപ്പേഴ്സ് ഡെവലപ്മെന്റ് പ്രോസസ്സിൽ ഉടനീളം സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ലൈക്ക് ഓതന്റിക്കേഷൻ, പിന്നെ എൻക്രിപ്ഷൻ, ഡേറ്റ പ്രൊട്ടക്ഷൻ റെഗുലേഷൻ എല്ലാം ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതായിട്ട് വരും. 5ാമതായിട്ട് വരുന്ന ട്രെൻഡ് പ്രോഗ്രസീവ് വെബ് ആപ്സ് ആണ്. വെബ് ബ്രൗസേഴ്സിലും മൊബൈൽ ആപ്പിലും ഒക്കെ ഒരുപോലെ പ്രവർത്തിക്കുന്ന ആപ്ലിക്കേഷനെ നമ്മൾ പ്രോഗ്രസീവ് വെബ് ആപ്സ് എന്ന് പറയുന്നത്. പ്രോഗ്രസീവ് വെബ് ആപ്സ് ഫാസ്റ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഓഫ്ലൈൻ ആയിട്ടൊക്കെ വർക്ക് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ യൂസർ എൻഗേജ്മെന്റും ആക്സസിബിലിറ്റിക്ക് കൂട്ടാൻ ആഗ്രഹിക്കുന്ന ഏതൊരു ബിസിനസ്സും വെബ് ആപ്പിൽ പ്രോഗ്രസീവ് വെബ് ആപ്സിലോട്ട് പതുക്കെ മാറുമെന്നാണ് ഞാൻ കരുതുന്നത്. ദെൻ എമർജിംഗ് ടെക്നോളജി AI, ML, VR, AR ഇവയെല്ലാം ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റിലൂടെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ടെക്നോളജീസ് ആയിട്ട് മാറുമെന്നാണ് ഞാൻ കരുതുന്നത്. ആ ഒരു സാഹചര്യത്തിൽ AI മോഡൽസിനെ കുറിച്ചും യൂസർ എക്സ്പീരിയൻസ് കൂട്ടുന്നതിനെ കുറിച്ചും ഡേറ്റ അനലിറ്റിക്സിനെ കുറിച്ചും ഒക്കെ പ്രിഫറബിൾ ഒരു ബേസിക് നോളജ് ഉള്ള ഒരു ഫുൾ സ്റ്റാക്ക് ഡെവലപ്പേഴ്സിനെ ആയിരിക്കും കമ്പനീസ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ട്രെൻഡ്സ് ഒക്കെയാണ് അടുത്തൊരു 10 വർഷത്തിൽ ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് ഫീൽഡിൽ വരുന്നത് ഞാൻ കരുതുന്നത്. ഇനി നമുക്ക് എന്തൊക്കെ സ്കിൽസ് വേണം നോക്കാം. ഒരു ഫുൾ സ്റ്റാക്ക് ഡെവലപ്പറിന് ഫ്രണ്ട് എൻഡ് ടെക്നോളജി ആയ HTML, CSS, ബൂട്ട്സ്ട്രാപ്പ്, ജാവാസ്ക്രിപ്റ്റിലുള്ള സ്കിൽസ് വളരെ മാൻഡേറ്ററി ആണ്. രണ്ടാമതായിട്ട് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക് എൻഡ് ആയിട്ടുള്ള Node.js, Express.js അതല്ലെങ്കിൽ സർവർ സൈഡ് ആയിട്ടുള്ള ജാങ്കോ പോലുള്ള നോളജാണ്. ഡേറ്റ എഫിഷ്യൻ്റ് ആയിട്ട് മാനേജ് ചെയ്യാനായിട്ട് റിലേഷണൽ ഡേറ്റാബേസ് മോഡൽസ് അല്ലെങ്കിൽ നോൺ റിലേഷണൽ ഡേറ്റാബേസ് മോഡൽസ് ആയി SQL, NoSQL ഒക്കെ ഉള്ള നോളജ് അത്യാവശ്യമാണ്. പ്രൊജക്ട് റിപ്പോസിറ്ററി മാനേജ് ചെയ്യാനും വേറെ ടീം മെമ്പേഴ്സായിട്ട് കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാനും ഒക്കെ വെർഷൻ കൺട്രോൾ സിസ്റ്റം, ഗിറ്റിൽ ഒക്കെ തുടങ്ങിയ നോളജും അവർക്ക് മാൻഡേറ്ററി ആണ്. ഇത്തരത്തിലുള്ള ബേസിക് സ്കിൽസ് മതി. ഇതൊക്കെ എങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കണം എന്നുള്ള ഇത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ചൊരു റോഡ് മാപ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. മേണിനെ കുറിച്ചുള്ള റോഡ് മാപ്പാണ് ചെയ്തിട്ടുള്ളത്. അതിന്റെ ലിങ്ക് താഴെ കമന്റ് ബോക്സിൽ ഇടുന്നതാണ്. ഇനി ഫുൾ സ്റ്റാക്ക് കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ കരിയർ ഓപ്പർച്യൂണിറ്റീസ് പറയുമ്പോൾ പലപ്പോഴും പറയുന്നുണ്ട് ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ ആയ ഒരാൾക്ക് എന്തൊക്കെ കരിയർ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത് പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ്. പലപ്പോഴും ഫ്രഷേഴ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഫ്രഷേഴ്സിന് ഫ്രണ്ട് എൻഡ് ഡെവലപ്പറായിട്ടും ബാക്ക് എൻഡ് ഡെവലപ്പറായിട്ടും ഫുൾ സ്റ്റാക്ക് ഡെവലപ്പറായിട്ടും ഡേറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് ഒക്കെ വർക്ക് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ഈ വീഡിയോയിൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ഫുൾ സ്റ്റാക്ക് എന്തൊക്കെ ജോബ് റോൾ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ്, പ്രൊജക്ട് മാനേജ്മെന്റിന് ടെക്നിക്കൽ സ്കിൽസിനോട് തന്നെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിനും വളരെ
എഫിഷ്യൻ്റ് ആണ്, വളരെ നെസസറി ആണ്. രണ്ടാമത് ടെക്നിക്കൽ ലീഡോ ടെക്നിക്കൽ ആർക്കിടെക്റ്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യാം. എൻ്റെ സിസ്റ്റത്തിന്റെ ആർക്കിടെക്ട് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന, ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നതും അതിനോട് തന്നെ ടീമിനെ മാനേജ് ചെയ്യാൻ പറ്റുന്നവർക്കൊക്കെ ടെക്നിക്കൽ ലീഡോ ആർക്കിടെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും സ്കോപ്പ് ഉള്ളത് നമ്മൾ കൺസൾട്ടന്റ് എന്ന് പറഞ്ഞാൽ ഒരു 10 വർഷമോ അല്ലെങ്കിൽ 8 വർഷമോ ഒക്കെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് കൺസൾട്ടന്റ് ആയിട്ട് ജോലി നോക്കാവുന്നതാണ്. പ്രൊജക്ട് ബൈ പ്രൊജക്റ്റിൽ കമ്പനീസിന് നിങ്ങളുടെ സ്കിൽസ് പെർ അവർ റേറ്റിൽ നൽകുന്നതാണ് കൺസൾട്ടൻസ് എന്ന് പറയുന്നത്. ഇന്നത്തെ സാഹചര്യത്തിൽ വളരെയധികം സ്കോപ്പുള്ളൊരു മേഖലയാണ് കൺസൾട്ടന്റ്, ഫുൾ സ്റ്റാക്ക് കൺസൾട്ടന്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു രീതിയിൽ പതിയെ ട്രാൻസിഷൻ ചെയ്യാൻ പറ്റുന്നത്. അത് നല്ലൊരു ഫ്ലെക്സിബിലിറ്റി ആയിരുന്നു. നിങ്ങൾക്ക് ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യാൻ നല്ല പേയ്മെന്റ് തരുന്നതാണ്, ട്രാവലിംഗ് ഓപ്പർച്യൂണിറ്റി തരുന്നതാണ്. അത് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ട് പറയാനുള്ളത്. ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ട് നമ്മൾ ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റിൽ ഫ്യൂച്ചർ ട്രെൻഡ്സ് എന്തൊക്കെയായിരിക്കും എന്നുള്ള കാര്യങ്ങളാണ് മനസ്സിലാക്കിയത്. അതിൻ്റെ കൂടെ തന്നെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ ഏതൊക്കെ മേഖലകളിൽ കരിയർ ട്രാൻസിഷൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഈ ചാനൽ വീഡിയോ വളരെ ഹെൽപ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഇതേപോലത്തെ വീഡിയോയ്ക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.